ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദറസു സാനി രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്തിനെ പറ്റിയിട്ടാണ് പാഠം. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠത്തിൻ്റെ ആദ്യത്തിൽ ഫാത്തിഹ സൂറത്തുണ്ട്, അതെല്ലാവരും ഓതി നന്നായി മനസ്സിലാക്കുക. ഇവിടെ എന്താ വരുന്നത്? മക്കാനത്ത് ഹാദി സൂറ, ഈ സൂറത്തിൻ്റെ സ്ഥാനങ്ങൾ. അപ്പോൾ ഈ സൂറത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ അറബി വായിക്കുന്നില്ല, ഓരോന്നിൻ്റെയും പോയിൻ്റ് ആയിട്ടുള്ള അർത്ഥം പറയാം. ഈ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബാണ്. ഈ സൂറത്തിന് ഈ പേര് വരാൻ എന്താണ് കാരണം? എന്താണ് ഈ സൂറത്തിന് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയാൻ കാരണം? ഈ സൂറത്ത് കൊണ്ടാണ് കിതാബുല്ലാഹിൽ ഖുർആൻ, അല്ലാഹു തആലയുടെ ഖുർആൻ ആരംഭിക്കുന്നത്. ഫാത്തിഹ കൊണ്ടാണ് നമ്മുടെ വിശുദ്ധമായ ഖുർആൻ ആരംഭിക്കുന്നത്. അപ്പം എന്താ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് ഖുർആനിൻ്റെ ആരംഭം ഫാത്തിഹ സൂറത്ത് കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അതിന് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വരാൻ കാരണം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് ഫാത്തിഹത്തുൽ കിതാബ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് ഫാത്തിഹത്തുൽ കിതാബ്. അടുത്തത് ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ. ഫാത്തിഹത്തുൽ കിതാബ് ഖുർആനിൻ്റെ ഉമ്മയാണ്. ഖുർആനിൻ്റെ ഉമ്മയാണ് ഫാത്തിഹ. ലി അന്നഹ അസ്ലുൽ ഖുർആൻ. എന്താണ് ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പറയാൻ കാരണം എന്താണ്? അസ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ അടിത്തറയാണ്. അതുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബിനെ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ ഉമ്മയാണെന്ന് പറയാൻ കാരണം അത് അതിൻ്റെ അടിത്തറയാണ്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഫാത്തിഹത്തുൽ കിതാബ് ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ്. ഫാത്തിഹത്തുൽ കിതാബ് ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ്. എന്തുകൊണ്ടാണ് ഫാത്തിഹക്ക് ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളുള്ള സൂറത്തെന്ന് പറയാൻ കാരണം എന്താ? സബുൽ മസാനി എന്ന് പറയാൻ കാരണം എന്താണ്? എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റക്അത്തുകളിലും അത് ആവർത്തിച്ച് ഓതുന്നു. അതുകൊണ്ടാണ് ഫാത്തിഹക്ക് സബുൽ മസാനി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ആവർത്തിച്ച് ഓതുന്നു. അതുകൊണ്ടാണ് സബുൽ മസാനി എന്ന് പേര് വന്നത്. ഫാത്തിഹത്തുൽ കിതാബിന് ഷാഫിയ എന്നും പേരുണ്ട്. എന്താണ് ഷാഫിയ എന്ന് പേര് വരാൻ കാരണം? ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗത്തിനുമുള്ള ഷിഫ ആണ്. എല്ലാ രോഗത്തിനുമുള്ള ഷിഫ ആണ്. അതാണ് ഇവിടെ ഫാത്തിഹത്തുൽ കിതാബിന് ഈ ഷാഫിയ എന്ന് പറയാൻ കാരണം, പേര് വരാൻ കാരണം. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഷിഫ ആണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഫാത്തിഹയുടെ പേരുകൾ പഠിച്ചു. എന്താണ്? ഫാത്തിഹത്തുൽ കിതാബ്, പിന്നെ ഉമ്മുൽ ഖുർആൻ, സബോ മസാനി, ഷാഫിയ. അപ്പോൾ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് 4 എണ്ണമാണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫ് നോക്കാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ, എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ, അഥവാ അള്ളാഹു ആണേ സത്യം, അള്ളാഹു ആണേ സത്യം, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ ഫാത്തിഹ പോലുള്ള ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. സബൂറിലോ തൗറാത്തിലോ ഇഞ്ചീലിലോ ഖുർആനിലോ ഫാത്തിഹ പോലുള്ള മറ്റൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. നിശ്ചയം ഈ ഫാത്തിഹ ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ്. ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ്. ഇങ്ങനെയുള്ള ഖുർആനാണ് എനിക്ക് ഇറക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അടുത്ത പാരഗ്രാഫ് എന്താ ഇവിടെ പറയുന്നത്? ഫാത്തിഹക്ക് മുമ്പ്
അഊദും ശേഷം ആമീൻ പറയലും യുസന്നു സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദും ശേഷം ആമീൻ പറയലും സുന്നത്താണ്. അഊദും ആമീനും ഖുർആനിൽ പെട്ടതുമല്ല. അഊദും ആമീനും ഖുർആനിൽ പെട്ടതുമല്ല. ബസ്മലത്തു മിനൽ ഖുർആൻ എന്നാൽ ബിസ്മി ഖുർആനിൽ പെട്ടതാണ്. ഫാത്തിഹയിൽ പെട്ട ഒരായത്താണ് ബിസ്മി. ബസ്മലത്തു മിനൽ ഖുർആൻ, ബിസ്മി ഖുർആനിൽ പെട്ടതാണ്. ഇതൊക്കെ മാച്ച് ചെയ്യാൻ വരും. ബസ്മലത്തു മിനൽ ഖുർആൻ, ഫാത്തിഹ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഫാത്തിഹയിൽപ്പെട്ട ഒരായത്തുമാണ് ബസ്മലത്തു മിനൽ ഖുർആൻ, ഖുർആനിൽ പെട്ടതാണ്. വായത്തും മിനൽ ഫാത്തിഹ, ഫാത്തിഹയിലെ ഒരു ആയത്തുമാണ് ബിസ്മി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടാ. അടുത്തതിന് ഇവിടെ തഫ്സീറാണ് പറയുന്നത്. എന്താണ്? ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ, അർ-റഹ്മാനി ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ, അർ-റഹീം സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ, അൽഹംദുലില്ലാ എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്, റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ, റഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥനായ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. തഫ്സീർ എഴുതാൻ വരും. മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ തഫ്സീർ എഴുതാനൊക്കെ വരും. അപ്പോൾ അത് എഴുതാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കുക. ഇയ്യാക നഅ്ബുദു നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു, ഇഹ്ദിന ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ, സിറാത്തൽ മുസ്തഖീം നേർവഴി ഞങ്ങളെ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തേണമേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഞങ്ങളെ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തേണമേ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ ഇവരുടെ വഴിയിൽ, അതാണ് നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം നിന്റെ ശിക്ഷയ്ക്കിരയായവരുടേതല്ല, നിന്റെ ശിക്ഷയ്ക്ക് ഇരയായവരുടേതല്ല, വലദ്ദാല്ലീൻ പിഴച്ചവരുടേതുമല്ല. മനസ്സിലാക്കുക. അപ്പോൾ തഫ്സീർ നന്നായി മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നക്ര ഓരോ വേർഡ്സുകളും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായതുകൊണ്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവാനാണ് അത് ഇംഗ്ലീഷിൽ കൊടുത്തത്, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വരുന്നത് മനസ്സിലാക്കുക. അതത യഅ്ബുദു ഇബാദത്തുൻ, അൻഅമ യുൻഇമു ഇൻആമുൻ, അൻസല യുൻസിലു ഇൻസാലുൻ, വസിയ യസൗ സാത്തുൻ, ഇസ്താന യസ്തഈനു ഇസ്തിയാനത്തുൻ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇതിൻ്റെ വർക്ക് ദഫ്തർ തോലിബ് എന്നുള്ള ബുക്കിലാണ്, നമുക്കതിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ദഫ്തർ തോലിബിൽ എന്താണ് ഫസ്റ്റ് വരുന്നത്? എന്താണ് ഇവിടെ നിങ്ങൾക്ക് താഴെ തന്ന കലിമത്തിൽ എത്ര ഹർഫുകൾ, ഹുറൂഫുകൾ, എത്ര അക്ഷരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി എഴുതാനാണ്. അപ്പോൾ ഇവിടെ മിൻ എന്നതിൽ 2 എന്ന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്തത് അസ്ലുൻ, അസ്ലുൻ എന്നത് 3 അക്ഷരങ്ങളുണ്ട്. ഈ കലിമത്തിൽ 3 അക്ഷരങ്ങൾ, അപ്പോൾ 3 എഴുതാം. അടുത്ത ഷിഫാഉൻ, ഇതിലാ എത്ര ഉണ്ട്? ഫ എന്ന് നീട്ടാൻ അലിഫും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 അക്ഷരങ്ങൾ വരുന്നുണ്ട്. അടുത്ത ഇഞ്ചീലു, ഇഞ്ചീലിൽ 5 അക്ഷരങ്ങൾ വരുന്നുണ്ട്, 5. അടുത്തത് മുസ്തഖീമുൻ, എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട്? ഇതിൽ 6 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നമുക്കവിടെ 6 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കലിമത്ത് തന്നാൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നോക്കാൻ മനസ്സിലാക്കണം. അപ്പോൾ നീട്ടാൻ വരുന്ന അലിഫ്, വാവ്, യാ മദ്ദക്ഷരങ്ങളൊക്കെ ഹർഫുകളായിട്ട് കൂട്ടണം. അടുത്ത എന്താണ് വരുന്നത്? അടുത്തത് ആൻസർ പറയാനാണ്. എന്താണ്? മാതാ യുസന്നു ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയലാണ് സുന്നത്തുള്ളത്? എന്താണ്, എന്താ പറയൽ സുന്നത്തുള്ളത്? അപ്പോൾ നമുക്ക് പറയാം. ആമീൻ, ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയലും തുടക്കത്തിൽ അഊദു പറയലും സുന്നത്താണ് നമ്മൾ പഠിച്ച്. അപ്പോൾ ആമീൻ പറയൽ എന്ന് എഴുതാം. 2 ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ലിമ, ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആനാണ്. കാരണം എന്താണ്? ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ പറയാൻ കാരണം എന്താണ്?
ഖുർആനിൻ്റെ അടിസ്ഥാനമാണ് ഫാത്തിഹ. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ അടിസ്ഥാനമായത്. അതുകൊണ്ടാണ് ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തത് മൻ ഹഉലായില്ലദീ അൻഅമല്ലാഹു അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അവിടെ നമ്മൾ പറഞ്ഞു നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ. അപ്പം അല്ലാഹു അനുഗ്രഹിച്ചവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ. അപ്പം അത് എഴുതുക. അടുത്തത് ഹലിൽ ബസ്മലത്തു ആയത്തും മിനൽ ഖുർആൻ. ബിസ്മി ഖുർആനിൽ പെട്ടതാണോ? ഖുർആനിൽ പെട്ട ഒരായത്താണോ എന്നാണ് ഇവിടെ ചോദ്യം. അപ്പം എന്താണ്? അതെ, ബിസ്മി ഖുർആനിൽ പെട്ട ഒരായത്താണ്. അടുത്തത് ലിമ തുസമ്മ ഫാത്തിഹത്തു ബിഷാഫിയ. എന്തുകൊണ്ടാണ് ഫാത്തിഹക്ക് ഷാഫിയ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? എല്ലാ അസുഖങ്ങൾക്കും ഷിഫാ ആണ്. എല്ലാ അസുഖങ്ങൾക്കും ഷിഫാ ആണ് ഫാത്തിഹ. അതുകൊണ്ടാണ് ഫാത്തിഹക്ക് ഷിഫാ എന്ന പേര് വന്നത്. മനസ്സിലാക്കി എഴുതുക. അടുത്ത വർക്ക് എന്താണ്? ഇവിടെ തന്ന ഉദാഹരണം പോലെ താഴെയുള്ളത് മുഴുവനാക്കാനാണ്. ഇവിടെ എന്താ തന്നത്? ഫി സൂറത്ത് ഫാത്തിഹത്തു സബ് ആയത്ത്. ഫാത്തിഹ 7 ആയത്തുകളുണ്ട്. ഫാത്തിഹക്ക് 7 ആയത്തുകളുണ്ട്. അപ്പോൾ ഇവിടെ ഹിലാസ്. അപ്പം നമ്മൾ എന്ത് എഴുതണം? ഹിലാസ് അർബ ആയാത്തി, അത് എഴുതാം. അടുത്തത് നാസ്. ഫി സൂറത്തി നാസ് സിത്ത ആയാത്തി. 6 ആയത്താണ് സൂറത്തു നാസ്. ഇഖ്ലാസ് 4 ആയത്താണ്. അപ്പം അത് ഉദാഹരണത്തിലേതുപോലെ നമുക്ക് പൂർത്തിയാക്കാം. അടുത്തത് എന്താണ്? അല്ലാഹു ഹുവർ റഹ്മാൻ. അതുപോലെ താഴെയുള്ളത് എഴുതണം. അപ്പം അതുപോലെ എന്ത് എഴുതാം നമുക്ക്? അല്ലാഹു ഹുവർ റഹ്മാൻ. അതുപോലെ അല്ലാഹു ഹുവർ റഹീം. അല്ലാഹു ഹുവ മാലിക്. അല്ലാഹു ഹുവ മാലിക്. അതുപോലെ എഴുതാം. ഇനി അടുത്തത് എന്താണ്? ഫാത്തിഹത്തുൽ കിതാബ് ഹിയ ഉമ്മുൽ ഖുർആൻ. ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആനാണ്. അതുപോലെ എന്ത് എഴുതാം? അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ പറയുമ്പോൾ പറഞ്ഞിരുന്നു എന്നാണിതാ ഫാത്തിഹത്തുൽ കിതാബ് ഫി അഅ്ലമു സൂറ ഫിൽ ഖുർആൻ. അഅ്ലമു സൂറത്ത് ഫിൽ ഖുർആൻ. അതുപോലെ ഹിയ സബുൽ മസാനി. ഹിയ സബുൽ മസാനി. ഹിയ ഷാഫിയു. ഇങ്ങനെ ഫാത്തിഹത്തുൽ കിതാബിൻ്റെ മറ്റു പേരുകളാണ്. അതൊക്കെ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഇവിടെ തഫ്സീർ എഴുതണം. ഇതിൻ്റെ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തായിരുന്നു പറഞ്ഞത്? അവിടെ രണ്ടും വേർതിരിച്ചാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ ഒരുമിച്ച് എഴുതി കൊടുക്കാം. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. അങ്ങനെ ഒരുമിച്ച് ചേർത്ത് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അത് അടിയിലെ 2 എണ്ണമാണ്. അപ്പോൾ ചേർത്ത് എഴുതി കൊടുക്കാം. എന്താ? നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇവിടെ ഇത് 3 കൂടി ചേർത്ത് എഴുതണം. എന്താണ്? സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനും ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇത് 3 ചേർത്ത് കണ്ട് എഴുതാം. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനും ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അടുത്തത് എന്താണ്? തഹ്സീസാണ്. അസൈൻമെൻറ്റ്. ഇദ്ദു ഫിക്ര, ഖണ്ഡിക എഴുതണം. സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ചിട്ട് ഒരു ഖണ്ഡിക എഴുതാനാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് മലയാളം ഇവിടെ ഫോട്ടോസാക്കി ഇടാം. നിങ്ങളത് ആവശ്യമുള്ളവർ അറബി മലയാളത്തിലേക്ക് എഴുതി നിങ്ങളുടെ വർക്ക് ബുക്ക് കംപ്ലീറ്റ് ആക്കുക. എല്ലാവരും ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.